വേറൊരു കാര്യം, ഇപ്പോൾ MBBS അബ്രോഡ് പഠിക്കുന്നതിനെ കുറിച്ച് നമുക്കൊരുപാട് മിത്തുകൾ ഉണ്ടാകുമല്ലോ. അതിലെ ഒരു മേ ബി ഒരു ബിഗ്ഗസ്റ്റ് അല്ലെങ്കിൽ ഒരു പോപ്പുലർ മിത്ത് എന്താണ്? കുറേ ഉണ്ട്. അതിൽ ഫസ്റ്റ് കാര്യം ഞാൻ കേൾക്കുന്നത് നമ്മുടെ നാട്ടിൽ പറയുന്നത് പുറത്ത് പഠിച്ച പിള്ളേർക്കൊന്നും അറിയില്ല, വെറുതെ കളിച്ച് നടന്നിട്ട് വന്നു എന്നുള്ളതാണ്. നമ്മൾ പുറത്ത് പഠിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ 24/7 അവൈലബിൾ ആവണം എന്നുള്ളൊരു കോൺസെപ്റ്റ് അല്ല അവർക്ക് അവിടെ. അപ്പം നിങ്ങൾ ബ്രേക്ക് എടുത്തോ, നിങ്ങൾക്ക് ആവശ്യം അനുസരിച്ച് നിങ്ങൾ ടൈം എടുത്തോ, നോട്ട് എ പ്രോബ്ലം. പക്ഷെ നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ കൺസൾട്ട് ആയിട്ട് പഠിക്കുക, നിങ്ങളുടെ വർക്ക്സ് നിങ്ങൾ ചെയ്യുക എന്നുള്ള കാര്യമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ തിരിച്ച് വരുമ്പോഴാണെങ്കിലും കുറേ പേർ നമ്മൾ അങ്ങനെ ജഡ്ജ് ചെയ്യും. അപ്പം ഇതിലത്തെ വൺ ഓഫ് ദ മിത്ത് എത്താം, പുറത്ത് പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ, വെറുതെ MBBS ഡിഗ്രി. എവരെയും ഒരു യൂണിവേഴ്സിറ്റിക്കാരും വെറുതെ കൊടുക്കുന്നില്ല. നമ്മൾ കഷ്ടപ്പെട്ട് എല്ലാ സെമസ്റ്ററിലും ഒരു 7-8-9 സബ്ജക്ട്സ് വെച്ച് നമ്മൾ പഠിച്ച് മാർക്ക് എടുത്ത് വരണം. നമുക്കൊരു ഫുൾ സെമസ്റ്ററിന് 2 ലീവേ പെർമിറ്റബിൾ ആയിട്ടുള്ളൂ. ഈ 2 ലീവ്സ് പോലും നമുക്ക് ചില സമയത്ത് എടുക്കാൻ പറ്റില്ല. ഈവൻ മെഡിക്കൽ ലീവ്സ് പോലും നമുക്ക് എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അതുപോലെ അവിടുത്തെ അത്രയും ഹാർഷ് ആയിട്ടുള്ള ക്ലൈമറ്റില് നമുക്കിവിടെ ഒരു മഴയുണ്ട്, നല്ല മഴ. നമുക്കിവിടെ സ്കൂളൊക്കെ അവധി, കിടന്ന് ഉറങ്ങാലോ, നമുക്ക് സുഖമായിട്ട് നമ്മൾ കോളേജസ് വരെ കൊടുക്കും. അവിടെ അങ്ങനെയൊന്നുമില്ല. നമ്മള് സ്നോ ആണെങ്കിലും മഞ്ഞാണെങ്കിലും മഴയാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ പറയും ഭയങ്കര മഴയാ. നിങ്ങളുടെ നാട് ട്രോപ്പിക്കൽ കൺട്രി അല്ലേ, നിങ്ങൾക്ക് മഴയുള്ളതല്ലേ. അവർക്ക് അവിടെ ക്ലാസ്സസിനോ കാര്യങ്ങൾക്കോ നമ്മുടെ ഡ്യൂട്ടീസിനോ ഒരു കൺസെഷൻസും ഇല്ല. നമ്മൾ അതുപോലെ ചെയ്തിട്ടാണ് നമ്മൾ വരുന്നത്. അത് അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിൽ കാണുമ്പോൾ മാത്രമേ നമ്മളുടേതാവുന്നുള്ളൂ. അപ്പോൾ ഇത് 2 രീതിക്കുണ്ട് കേട്ടോ. ചില ആൾക്കാർ നമ്മൾ ജഡ്ജ് ചെയ്യാനും പറയും ഈ കാര്യം. പിന്നെ വേറെ ചില കുട്ടികൾ ഉണ്ട്. ഇപ്പൊ ഒരുപാട് പേര് പോകുന്നുണ്ട്, സിമ്പിൾ ആയിട്ടൊരു ഡിഗ്രി ഇരിക്കട്ടെ, പേരിനൊരു ഇതല്ലേ MBBS അല്ലേ. അപ്പൊ ഈ സെയിം മിത്ത് ആ രീതിക്കും വരും. അതായത് നമുക്ക് പഠിക്കണ്ടല്ലോ, പുറത്താണെങ്കിൽ സിമ്പിൾ ആയിട്ട് വരാമല്ലോ. പക്ഷെ അല്ല, പുറത്തായാലും MBBS എവിടെ നിന്ന് പഠിക്കണമെങ്കിൽ MBBSൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് ഫേസ് ചെയ്തിട്ടേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ബിക്കോസ് അതൊരു 6 വർഷം അല്ലെങ്കിൽ 5 വർഷം നമ്മൾ വെറുതെ ഇരുന്ന് പഠിക്കുന്നത് ബുക്ക് റീഡിങ് മാത്രമല്ല, നമ്മൾ മൊത്തത്തിൽ മോൾഡ് ആവുക ചെയ്യുക. ആസ് എ പേഴ്സൺ നമ്മൾ മോൾഡ് ആവുകയാണ്. നമുക്ക് പല സിറ്റുവേഷൻസും വരുമ്പോഴും നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യാൻ പഠിക്കും പല കാര്യങ്ങൾ. നമ്മൾ എന്തിന് നമ്മൾ പഠിക്കുന്നു, അല്ലെങ്കിൽ പല മൊമെന്റ്സിൽ നമുക്കിതൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ലാത്ത സ്ട്രെസ് വരും. എപ്പോഴെങ്കിലും ഓ മൈ ഗോഡ് ഐ ജസ്റ്റ് വാണ്ട് ടു ക്വിറ്റ് എന്ന് തോന്നിയിട്ടുണ്ട്. അത് MBBSലത്തെ ഒരു മാൻഡേറ്ററി ഐറ്റം ആണ്. എനിക്ക് തോന്നുന്നില്ല അതില്ലാത്ത ആരും ഉണ്ടെന്ന് തോന്നുന്നില്ല. നമുക്ക് ഉറപ്പായിട്ടും വരും, എല്ലാവർക്കും വരും, ഓരോ സ്റ്റേജസിൽ വരും. ഇപ്പൊ നമ്മൾ MBBS പഠിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് ഇത്രയും പഠിക്കുന്ന സ്ട്രെസ് വരും നമ്മൾ വിചാരിക്കും വേണ്ടായിരുന്നു, എടുക്കണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ നാട്ടിൽ വന്നിട്ട് നമുക്ക് കുറച്ച് ലാഗിങ് പീരീഡ് ഉണ്ട്. അപ്പൊ എന്റെ സെയിം ഏജ് ഗ്രൂപ്പിലത്തെ എന്റെ പല ഫ്രണ്ട്സും അവരുടെ ലൈഫിൽ മുമ്പോട്ട് ഒരുപാട് സ്റ്റേജസ് കയറി പോയി. ഓരോരോ കാര്യങ്ങൾ കഴിഞ്ഞു. അത് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയി, അവര് കരിയറിലെ ഒരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞു, ഫാമിലി ആയി, കല്യാണം കഴിഞ്ഞു, കുട്ടികളായി. അപ്പൊ നമ്മളത് ആലോചിക്കുമ്പോ എന്തിനാ എടുത്തത്, ഇത് എടുത്തില്ലായിരുന്നെങ്കിൽ മേ ബി ഞാൻ അവിടെ ഈ മൈൽ സ്റ്റോൺസും അച്ചീവ് ചെയ്തേനെ അങ്ങനെ ചിന്തിക്കാം. അപ്പോൾ അങ്ങനെ ഇതൊക്കെ ഓരോ മൊമെന്റ്സ് വരുമ്പോൾ നമ്മൾ ക്വിറ്റ് ചെയ്യണമെന്ന് ചിന്തിക്കും. പിന്നെ നമ്മൾ ഇപ്പോൾ ഹൗസ് സർവീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് എല്ലാ കേസസും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ചില സമയത്ത് നമ്മുടെ മുമ്പിൽ ചില പേഷ്യൻസ് നമ്മൾ ഹെൽപ്ലെസ് ആ, നമുക്കൊന്നും അറിയില്ല, നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, നമ്മൾ എന്ത് ചെയ്യും എന്നറിയില്ല. അതെ, അപ്പൊ നമ്മളിങ്ങനെ നോക്കി അങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോൾ ഫസ്റ്റൊക്കെ ആദ്യമൊക്കെ നന്നായിട്ടൊന്നും പകച്ചു നിൽക്കുമായിരുന്നു. അപ്പൊ ഞാൻ ഇവൻ അങ്ങനെ നിന്നപ്പോൾ എൻ്റെ അടുത്ത് കൺസൾട്ടൻസും പറയും മാറി നിന്നിട്ട് നമ്മൾ അവിടെ അങ്ങനെ അത് എടുക്കാൻ പറ്റുള്ളൂ, വെറുതെ അടുത്ത് മാറിക്കുക. പിന്നെ അവർ വന്നിട്ട് നമ്മളടുത്ത് പറഞ്ഞു തരും, അതായത് ഇതിങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, ഈ കേസ് വരുമ്പോൾ ഇങ്ങനെ വേണം ചെയ്യാൻ. ബിക്കോസ് ഞാനൊരു സംശയം ചോദിക്കട്ടെ, സോറി ടു ഇന്ററപ്റ്റ്. ആക്ച്വലി ഡോക്ടേഴ്സ് ഉണ്ട്, കൺസൾട്ടൻസ് ഉണ്ട്, വേറെ ആരാ ഉള്ളത്? PGക്കാരുണ്ട്. കൺസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ PG എല്ലാം കഴിഞ്ഞ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് കൺസൾട്ടന്റ് എന്ന് പറയുന്നത്. PG എന്ന് പറയുമ്പോൾ നമ്മളെപ്പോലെ നോർമൽ അണ്ടർ ഗ്രാജുവേഷൻ കഴിഞ്ഞ് അവർ PG എക്സാം എഴുതി PG ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. ഓക്കെ. ഇനി അല്ലാണ്ട് MOമാരുണ്ട്. MO എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഓഫീസേഴ്സ്. അവർക്ക് മേ ഓർ മേ നോട്ട് ഹാവ് PG. അപ്പൊ അവര് കൺസൾട്ടന്റ് ലെവൽ പോലെ തന്നെയാണ്, പക്ഷെ അവര് കുറച്ച് ജൂനിയർ ആണ്. അപ്പൊ നിങ്ങളെ ഗൈഡ് ചെയ്യാൻ കൺസൾട്ടൻസ് ഉണ്ട്? ഞങ്ങൾ ഗൈഡ് ചെയ്യുന്നവരെല്ലാവരും ഉണ്ട്. ഓക്കെ. അപ്പൊ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോൾ അവരെ ഇന്റർവ്യൂ ചെയ്തിട്ട് അവർ പറയും ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഗൈഡൻസ് തരും. ഈ ഹൗസ് ഏജൻസി എന്ന് പറയുമ്പോൾ മെയിൻലി സൂപ്പർവൈസ്ഡ് ആയിരിക്കും. നമുക്ക് നമ്മൾ ഇൻഡിവിജ്വൽ ഡിസിഷൻസ് എടുക്കുന്ന സമയങ്ങൾ വരും. അല്ലാണ്ട് ഇവർ പറയുന്നതൊക്കെ അവർ പറയുന്ന കുറെ കാര്യങ്ങൾ ഓർഡേഴ്സിൽ ഫോളോ അപ്പ് ചെയ്ത് നമ്മൾ ചെയ്യാനുണ്ട്. നമുക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ല, എക്സ്പോഷർ ഇല്ല. അപ്പൊ അങ്ങനെയൊക്കെ വരും. അപ്പൊ ചില സിറ്റുവേഷൻസിനകത്ത്
ട്രീറ്റ്മെന്റ് മാത്രമല്ല, ചില ബൈസ്റ്റാൻഡേഴ്സ് നമ്മുടെ അടുത്ത് ചോദിക്കുന്ന കാര്യങ്ങൾക്ക് നമുക്ക് ചിലപ്പോൾ ഉത്തരം ഉണ്ടാവില്ല. അവരെ സംബന്ധിച്ച് ഒരു IV ഇട്ടു, ഇപ്പൊ തന്നെ പേഷ്യന്റ് ഇങ്ങനെ എണീച്ച് നിൽക്കണം, പോസിബിൾ അല്ല. അപ്പൊ അങ്ങനെ തീരെ ലോജിക്കൽ അല്ലാത്തൊരു കാര്യം ഒരു ബൈസ്റ്റാൻഡർ ഒന്ന് ചോദിക്കുമ്പോൾ അതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യണം നമുക്കറിയില്ല. ഇപ്പൊ ചില ആൾക്കാർ അത്രയും അവശതയിൽ ഇരുന്നിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കുമ്പോൾ നമ്മൾ നിസ്സഹായരാണ്, അവർ നിസ്സഹായരാണ്, അവർക്ക് എന്ത് മറുപടി പറയണം നമുക്കറിയാം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ. അതുപോലെ റഷിൽ ഒരു ആക്സിഡന്റ് വന്നു വിചാരിക്കും, 2-3 കാഷ്വാലിറ്റീസ് ഉണ്ട്, നമ്മള് പകച്ചു ശരിക്കും, ഇവിടെ പോകണം, എന്ത് ചെയ്യണ്ടേ, നമ്മളിങ്ങനെ ബ്ലാങ്ക് ആവുന്ന മൊമെന്റ്സ് പലതും ഉണ്ട്. അപ്പൊ ആ മൊമെന്റ്സിൽ നമ്മളെ അതുപോലെ ഗൈഡ് ചെയ്യുന്ന ആൾക്കാരാണ് PGക്കാരാണെങ്കിലും കൺസൾട്ടന്മാരാണെങ്കിലും MOമാരാണെങ്കിലും എല്ലാവരും. അപ്പൊ അവർ ഭയങ്കര ക്വിക്കാ. അപ്പൊ അങ്ങനെ ടൈമിലൊക്കെ നമ്മൾക്ക് ഒരു ക്വിക്ക് ഡിസിഷൻ എടുക്കേണ്ട ഒരു വേണം, സ്കില്ല് നമുക്ക് വേണം അല്ലേ? തീർച്ചയായിട്ടും. അത് നമ്മൾ വിത്ത് എക്സ്പീരിയൻസേ വരത്തുള്ളൂ. അത് വിത്ത് എക്സ്പീരിയൻസേ നമുക്ക് വരുള്ളൂ. അല്ലാണ്ട് ഫസ്റ്റ് ടൈം ചെയ്യാൻ കയറുന്ന ആൾക്കാർക്ക് കൊണ്ടൊന്നും ഒരു 1 ഇയർ കൊണ്ടോ 2 ഇയർ കൊണ്ടോ നമ്മളത് അച്ചീവ് ചെയ്യുന്നൊരു സാധനമല്ല. അത് നമ്മൾ നാട്ടിൽ പഠിച്ചാലും പുറത്ത് പഠിച്ചാലും ഇവിടെ പഠിച്ചാലും അതുപോലെ തന്നെയാണ്. അങ്ങനെയാണ്. അപ്പോ അതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. അതാണ് നമുക്ക് എന്തും ഫേസ് ചെയ്യാനായിട്ടുള്ളൊരു മനസ്സുണ്ടാവുക. പിന്നെ അപ്പൊ ആ ഒരു ഫേസിൽ വരുമ്പോൾ നമ്മൾ ശരിക്കും വിചാരിക്കും ഐ വോണ്ട് ടു ക്വിറ്റ് ദിസ്. ക്വിറ്റ് ദിസ് ഒന്നും അല്ല, എനിക്ക് ഞാൻ എടുത്ത ചോയ്സ് കറക്റ്റ് ആയിരുന്നോ, എന്നെ കൊണ്ട് ഹാൻഡിലബിൾ അല്ലല്ലോ. പക്ഷെ നമുക്ക് ഇന്നത്തെ ഒരു ദിവസം വെച്ചിട്ട് ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ എൻ്റെ ഫസ്റ്റ് ഇൻക്യൂബേഷൻ ചെയ്യാൻ വേണ്ടി പോയപ്പോ പേഷ്യന്റ് ഓൾറെഡി ഇപ്പൊ ഞാനിങ്ങനെ ലാരിംഗോസ്കോപ്പ് ഒക്കെ ഇങ്ങനെ പിടിച്ച് നിൽക്കുക, ഞാനിങ്ങനെ ഫസ്റ്റ് ഭയങ്കര എക്സൈറ്റഡ് ഇത്രയും നാളെ മാനിക്വൻസിൽ ചെയ്തിട്ടുള്ളൂ. അപ്പൊ നമ്മളിവിടെ പേഷ്യന്റിൽ ചെയ്യാൻ പോകും. അപ്പൊ അങ്ങനെ നമ്മളിങ്ങനെ നിൽക്കുമ്പോ മാനിക്വൻസിലാ ചെയ്തത്. അത് പുറത്ത് മാനിക്വനിൽ ചെയ്യിപ്പിക്കും, ഇവിടെ നമ്മുടെ നാട്ടിലും അതെല്ലാം പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. അപ്പോ ഇത് നല്ല ഇൻവേസീവ് ആയിട്ടുള്ള പ്രൊസീജിയറാണ്. അപ്പൊ നമുക്ക് സർജറിക്ക് മുമ്പ് ഇൻട്യൂബേഷൻ ചെയ്യണം. ജനറൽ അനസ്തേഷ്യ കൊടുക്കുമ്പോൾ നമ്മൾ ഇൻട്യൂബേറ്റ് ചെയ്യും. ജനറൽ അനസ്തേഷ്യ ഇൻട്യൂബേഷൻ ചെയ്യണം. അത് നമ്മൾ നമ്മുടെ എയർവേ നമ്മൾ സെക്യൂർ ആക്കുന്നതാണ്. ഒരു ട്യൂബ് വെക്കാന്നൊക്കെ പറയും. ഫുഡിന് ഇടുന്നതല്ല, അല്ലാണ്ട് നമുക്ക് എയർവേക്ക് എയർ കൊടുക്കാനായിട്ട്, ഓക്സിജൻ കൊടുക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വെന്റിലേഷൻ, അതാണ് വെന്റിലേഷൻ ആണ്. അപ്പൊ അത് ഫസ്റ്റ് ടൈം നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ അത്ര എക്സൈറ്റ്മെന്റിൽ നിൽക്കുക. എക്സൈറ്റ്മെന്റിനേക്കാൾ ഒരു പേടിയുണ്ട്. പക്ഷെ ഇത് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളതിനകത്ത് നമുക്ക് ചെയ്യണം. ആദ്യമായിട്ട് ഒരാൾക്ക് ഒരു പേഷ്യന്റിന് ഇങ്ങനെ അല്ലേ, അത് ട്യൂബ് ഇടുന്നതിന് നമുക്കൊരു കർവ്ഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ഉണ്ട്, ലാരിംഗോസ്കോപ്പ് എന്ന് പറയും. അത് വെച്ച് നമ്മൾ ലിഫ്റ്റ് ചെയ്തിട്ട് വേണം ഈ ട്യൂബ് ഇറക്കാൻ. നമുക്ക് വോക്കൽ കോഡ്സ് കാണണം, കണ്ടിട്ട് വേണം ട്യൂബ് ഇറക്കാൻ. അപ്പം ഇത് മര്യാദ ചെയ്തിട്ടില്ലെങ്കിൽ പേഷ്യന്റെ പല്ലൊക്കെ ചിപ്പ് ചെയ്ത് പൊട്ടും. അപ്പൊ ഇവൻ കഴിഞ്ഞിടയ്ക്ക് ഒരു കേസും ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് പല്ല് ഇതിന്റെ കൂടെ അകത്ത് പോയിരുന്നു, പേഷ്യന്റിന്റെ പ്രശ്നം വന്നു എന്നൊക്കെ പറഞ്ഞു. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കേസ് ഇപ്പം കേരള സമൂഹം അഭിമുഖീകരിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതെ, അപ്പൊ അങ്ങനത്തെ ഇതിന്റെ ഒക്കെ ഇടയിലാണ് നമ്മളിത് ചെയ്യാനായിട്ടും. നമ്മളെ പോലെ ഇമ്മച്യൂർ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്ന് അസസ് ചെയ്തത് നമുക്ക് തരാനുള്ള കോൺഫിഡൻസ് കൺസൾട്ടന്മാരും കാണിക്കും. അതൊരു വലിയ കാര്യമാണ്. അവര് വെറുതെ കൊടുക്കില്ല, നമ്മൾ ആ ഒരു ഇൻട്രസ്റ്റും കാണിക്കണം. അതുപോലെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടെന്ന് അവർക്കും തോന്നണം. അതിനാണെങ്കിൽ മാത്രമായിരിക്കും നമ്മളെ അസൈൻ ചെയ്യുന്നത്. അതെ, അപ്പൊ നമുക്കത് തരും. അപ്പൊ ആ ടൈമിൽ ഞാൻ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി നിന്ന പോയിന്റിൽ പേഷ്യന്റ് ഭയങ്കര ടാക്കിക്കാർഡിക്കായി, ഹാർട്ട് റേറ്റ് കൂടുകയാണ്. അപ്പൊ നമുക്കൊന്നും ആ ടൈമിൽ നമുക്ക് ഇൻട്യൂബേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾ അങ്ങനെ എൻ്റെ അടുത്ത് മാറിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഗ്ലൗസ് ഇട്ട് അങ്ങനെ ഞങ്ങൾ മാറി. അപ്പൊ ആ മൊമെന്റിൽ ഞാൻ ചോദിക്കൂ, എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. അത് ഇൻട്യൂബേറ്റ് ചെയ്യാൻ പറ്റില്ല മാത്രമല്ല, എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ലല്ലോ. ഞാൻ നല്ലൊരു ഡോക്ടർ അല്ല, ഞാൻ വേർത്ത് ഇറ്റ് അല്ല. പക്ഷെ അത് നമ്മുടെ ഒരു ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നത് ആദ്യമായിട്ട് ആണ്. അതെ, അപ്പൊ നമുക്കതൊരിക്കലും പക്ഷെ ആ ടൈമിൽ നമുക്കതൊന്നും ചിന്തിക്കാൻ പറ്റില്ല. നമ്മൾ അങ്ങനെ ഇത് ശരിയാവില്ല. അപ്പൊ ആ ഡേ അങ്ങനെ പോയി. ഞാൻ ഫുൾ അതിന്റെ കാര്യത്തിൽ ഞാൻ ഡൗൺ ആയിട്ട് നടക്കുക. അപ്പൊ എന്റെ ഫ്രണ്ട്സ് പറയടാ ഇതിങ്ങനെ തന്നെയാ, നെക്സ്റ്റ് വരുമ്പോ നെക്സ്റ്റ് ഡേ ഓക്കെയോ? ഇല്ല, ഇന്ന് ബോറായിരുന്നു, ഇപ്പൊ നാളെ അത് തന്നെ. പക്ഷെ നാളെ നെക്സ്റ്റ് ഡേ വന്നു. നെക്സ്റ്റ് ഡേ ഞാൻ ചെന്നു, എനിക്ക് ഇൻട്യൂബേറ്റ് ചെയ്യാൻ കിട്ടി. ഞാൻ ഫുൾ ഇൻട്യൂബേഷൻ ചെയ്തു, നന്നായിട്ട് ചെയ്തു, ഒറ്റയ്ക്ക് അത് ചെയ്തു. ആൻഡ് ഇവൻ എന്റെ PG പറയുകയും ചെയ്തു ദാറ്റ് നന്നായിട്ട് സ്കോപ്പ് ചെയ്തു. എന്റെ HOD അറിയിച്ചു. ഹാപ്പി ആ ഒരു കാര്യം. അത് കഴിഞ്ഞ് എനിക്ക് ആ ഡേ തന്നെ ഫസ്റ്റ് സർജറി അസിസ്റ്റ് ചെയ്യാൻ കിട്ടി. എന്ത് സർജറി ആയിരുന്നു അത്? അത് ഹെർണിയോപ്ലാസ്റ്റി ആയിരുന്നു. ഫസ്റ്റ് സർജറി അസിസ്റ്റ്. അപ്പം എനിക്കൊരു സർജൻ ആവാന്നുള്ളത് ഭയങ്കര ഡ്രീമാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് സർജറി അസിസ്റ്റ് ചെയ്യാൻ കിട്ടി. എനിക്ക് പൊതുവെ ഈ പറയുന്ന പോലെ ബ്ലഡ് കാണുമ്പോൾ തലകറക്കം അതൊന്നും ഇല്ല, അങ്ങനത്തെ വിഷയമുള്ള ആളാണ്. എനിക്ക് അങ്ങനെ അങ്ങനത്തെ ഇതൊന്നും എനിക്കില്ല. പക്ഷേ
അന്ന് ഇപ്പൊ നമ്മൾ ഭയങ്കര എക്സൈറ്റഡാ. നമ്മൾ കയറി ചെന്നു സ്ക്രബിനൊക്കെ നമ്മൾ ഫസ്റ്റ് ടൈം സ്ക്രബ് ചെയ്യാണ്. സ്ക്രബ് വെച്ചാൽ നമ്മൾ വാഷ് ചെയ്ത് കയറുക. നമ്മൾ സ്റ്റെറൈൽ ഫീൽഡിൽ കയറി നമ്മൾ നിന്നു. ഇതുവരെ നമ്മൾ അവിടെ സർജറീസ് കണ്ടിട്ടുണ്ടെങ്കിലും നമുക്ക് അസിസ്റ്റ് ചെയ്യാൻ കിട്ടിയിട്ടുണ്ടെങ്കിലും അവിടെ ഭയങ്കര ഡിഫറെന്റ് ആണ്. പുറത്ത് പഠിച്ചിരുന്ന സമയത്തും അങ്ങനെ ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു. മെയിൻലി ലാപ്രോസ്കോപ്പിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ എനിക്ക് പേഴ്സണലി ചെയ്യാൻ കിട്ടിയിട്ടുള്ളത്. നമ്മൾ ഞാൻ നോക്കി നിൽക്കുക എന്നൊക്കെ ഉള്ളതൊക്കെയാണ് ഏറ്റവും ക്ലോസ് പ്രോക്സിമിറ്റിയിൽ നിൽക്കുക. ഇത് ഫസ്റ്റ് ടൈമാണ് നമ്മൾ ആ ഫീൽഡിൽ നിൽക്കുന്നത്. ഒരു ബ്രൈറ്റ് ലൈറ്റ്, അവിടുത്തെ ലൈറ്റൊക്കെ നമ്മളിങ്ങനെ നിൽക്കുന്നു. ഫുൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും റിട്രാക്ടർ എനിക്ക് എൻ്റെ ഒരു കാര്യം, എൻ്റെ വർക്ക് ഇസ് ടു റിട്രാക്ട് ചെയ്ത് പിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ റിട്രാക്ട് ചെയ്ത് പിടിക്കുക ഞാൻ അത് റിയലൈസ് ചെയ്തിട്ടില്ല ഇത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സംഭവമാണ് അത് എന്നുള്ളത്. ഓക്കെ ഓക്കെ. നല്ല പാടായിരുന്നു. നല്ല നല്ല ആരോഗ്യം വേണം. അപ്പോൾ അത് ഞാനിങ്ങനെ ആലോചിക്കും, ദൈവം എനിക്ക് സർജൻ ആവണം എന്നൊക്കെ ആഗ്രഹം, പക്ഷെ എന്നെ കൊണ്ട് പിടിക്കാൻ പറ്റുന്നില്ലല്ലോ. ഭയങ്കര കൈ വേദനിക്കുക, എനിക്ക് കൈ വേദനിക്കുക. ഞാൻ ഭയങ്കര ഡൗൺ ആയിപ്പോയി ആ സമയത്ത്. പിന്നെ കുറേ കഴിഞ്ഞ് ഈ ലൈറ്റ് മാസ്ക് കുറേ നേരം വെച്ച് കോട്ടറി ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഏകദേശം നല്ല ഒരു തല കറങ്ങുന്ന എഫക്റ്റ് വന്നു. ഞാൻ ആലോചിക്കണേ, ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ ചോര കണ്ടാലോ കാര്യങ്ങളോ ഒന്നും ഒരു വിഷയമില്ലാത്ത ആളാണ്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ടൈം ഇത് വന്നപ്പോഴേക്കും മൊത്തം മറ്റേ ഇൻറ്റുബേഷൻ ചെയ്തതിൻ്റെ സന്തോഷം നേരെ അങ്ങ് പോയി. അത് കഴിഞ്ഞ് അപ്പോൾ എനിക്ക് പറ്റാത്ത അവസ്ഥ ആയപ്പോഴത്തേക്കും കറക്റ്റ് ആ ടൈം നമുക്ക് സ്വിച്ചിലിടാൻ തരുന്ന സമയം അതായപ്പോഴത്തേക്ക് എനിക്ക് മൊത്തത്തിൽ തല ഇതായപ്പോൾ എനിക്കറിയാം വീണ് കഴിഞ്ഞാൽ ഇറ്റ്സ് ഗോയിങ് ടു ബി ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആവും. അത് എല്ലാവർക്കും കോംപ്ലിക്കേഷൻ. അപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, സാർ എനിക്ക് ഈവൻ ഫസ്റ്റ് തിങ് റിട്രാക്ടർ എനിക്ക് പുള്ളിത് പിടിക്കാൻ പാടാണ്, സ്ലിപ്പായി പോകുന്നുണ്ടെങ്കിൽ സാർ റിട്രാക്ടർ മാറ്റിയിട്ട് എൻ്റെ അടുത്ത് കൈ വെച്ച് പിടിക്കാൻ പറ്റും. അത് ഞാൻ ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പോൾ പിന്നെ ഞാൻ ഇതൊക്കെ ഫൈൻ ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴും സാർ എന്നെ കൊണ്ടുപോയി ഇരുത്തി. പിന്നെ എല്ലാവരും കൂടി ഇട്ടിരുന്നിട്ട് തല കിടക്കണോ വേണ്ട, എനിക്ക് മാസ്ക് ഒന്ന് മാറ്റിയിരുന്നാൽ മതി. ബേസിക്കലി അത്രേ ഉള്ളൂ. മാസ്ക് ഒന്ന് മാറ്റി ആ ഓക്സിജൻ ഒന്ന് കളിയാക്കലൊക്കെ ഇഷ്ടംപോലെ കുറെ പറഞ്ഞു ഇത് എന്താണ് എന്നൊക്കെ പറഞ്ഞു ചോദിച്ചു. പക്ഷെ അത് കഴിയുമ്പോൾ അവർ പറയും ഇത് കോമൺ ആണ്, എല്ലാവർക്കും ഇതിങ്ങനെ തന്നെ. അപ്പൊ എന്റെ മൈൻഡിലൂടെ ഫുള്ള് പോകുന്നത് ഞാൻ ഡിസപ്പോയിന്റഡ് ആണ്. എനിക്ക് സർജൻ ആവണം എന്നുള്ള ആഗ്രഹം വെച്ചിട്ട് എനിക്കെന്താ ഇത് പറ്റാത്തേ, സിമ്പിൾ ആയിട്ടുള്ള കാര്യം എനിക്ക് പറ്റാത്ത എന്താ. അന്ന് തലേ ദിവസം ഞാൻ സ്വിച്ചർ ഇട്ടിട്ടേ ഉള്ളൂ. എന്റെ ലൈഫിലെ ഫസ്റ്റ് ഹ്യൂമൻ സ്വിച്ചറിങ് അവിടെ ആയിരുന്നു. അതും ലിപ്പ് ഏരിയ ഐബ്രോ ഏരിയ ഒക്കെ ആയിരുന്നു. അപ്പൊ അത് ഞാൻ കഴിഞ്ഞിട്ട് വന്നത്. അപ്പൊ അത് എനിക്കൊരു സന്തോഷമുണ്ട്. അപ്പൊ ഇത് നെക്സ്റ്റ് ഒരു ലൈവ് ഓപ്പറേഷൻ അസിസ്റ്റ് ചെയ്യാൻ കിട്ടിയതല്ലേ. അപ്പൊ അതിങ്ങനെ ഫ്ലോപ്പായി. അപ്പൊ ഞാൻ അതും ഭയങ്കര ഡൗൺ ആയി. അപ്പോഴെൻ്റെ അടുത്ത് ഇങ്ങനെ ഫ്രണ്ട്സ് പറഞ്ഞത് ഇതൊക്കെ കോമൺ ആയിട്ടില്ല. അപ്പൊ ഇന്നിപ്പോൾ ഒരു കാര്യം നല്ലതെന്ന് വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും നന്നാവണം എന്നില്ല. പിന്നെ ആദ്യം തട്ടിയിടുന്നൊക്കെ നല്ലതാ. നമ്മൾ പഠിക്കും, അതിനൊരു പ്രിപ്പയർ ആവും. അങ്ങനെയൊക്കെ എത്ര എക്സ്പീരിയൻസ് ഇനി എത്ര എക്സ്പീരിയൻസ് ഇതെല്ലാം നടക്കുന്ന ഒരു 2 months ഗ്യാപ്പില്ല. അപ്പൊ ഇനി അത് ഒരുപാട് ഉണ്ട്. ഇനി 2 months ഇത്ര അധികം അല്ലേ? അങ്ങനെയാണല്ലോ, ദാറ്റ്സ് ഡോക്ടേഴ്സ് ലൈഫ്. അങ്ങനെയാണ്. ഓക്കെ. വേറൊരു കാര്യം നമുക്കറിയാം, ഇപ്പോൾ എനിക്കിപ്പോൾ എന്തെങ്കിലും ഒരു അസ്വസ്ഥത തോന്നിയെന്ന് വെച്ചോ, ഞാനിപ്പോൾ പെട്ടെന്ന് എന്താ ചെയ്യുന്നത്, സ്വാഭാവികമായിട്ട് ഇപ്പോൾ എല്ലാവരും എന്താ ചെയ്യുന്നത്, നമ്മൾ നമ്മുടെ ഫോൺ എടുക്കും, ഗൂഗിളിൽ സെർച്ച് ചെയ്യും, ഐ ഹാവ് ദി സിംറ്റം, വാട്ട് ഈസ് ഇറ്റ് അബൌട്ട് എന്നുള്ളത്. ഓക്കെ. അതിപ്പോൾ നമ്മളൊരു സീരിയസ് ആയിട്ടാണെങ്കിലും അല്ലെങ്കിലും നമുക്ക് അങ്ങനെ ഒരു ഇത് വന്നുപോയി, ശീലം വന്ന് പോയി നമുക്ക്. സോ അങ്ങനെ ഗൂഗിളിൽ ഇതുപോലെ സിംറ്റംസ് ഒക്കെ നോക്കിയിട്ട് എനിക്ക് ഇന്ന രോഗമാണ് എന്നൊക്കെ ഇങ്ങനെ അസ്യൂം ചെയ്തിട്ട് അല്ലെങ്കിൽ തീരുമാനിച്ചിട്ട് വന്ന് ഡോക്ടറെ കാണുന്ന രോഗികളും ഉണ്ടാവാറുണ്ടല്ലോ. അങ്ങനെ രോഗികളെ ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. എന്താ അതിനെക്കുറിച്ച് പറയേണ്ടത്? അത് ആക്ച്വലി അപ്പോൾ അത് നമ്മുടെ നാട്ടിൽ റെഡിലി അവൈലബിൾ ആണ് ഡോക്ടേഴ്സ്, ഫിംഗർ ടിപ്സിലെ ഡോക്ടേഴ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തും പറയാം എന്നുള്ളൊരു ഫ്രീഡം എടുക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഇവരിങ്ങനെ ഗൂഗിളൊക്കെ ചെയ്തിട്ട് വരും. എനിക്കൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, പുള്ളിക്ക് യൂറിക് ആസിഡ് കൂടുതലാണ്. ഓക്കെ. അപ്പോൾ പുള്ളി പറഞ്ഞു യൂറിക് ആസിഡ് എനിക്ക് കൂടുതലുണ്ട്, റിപ്പോർട്ടും കൊണ്ട് വന്നതാ. അങ്ങനെ ഓക്കെ. ഞാൻ പറഞ്ഞു യൂറിക് ആസിഡ് ഇപ്പോൾ ഇതിൽ നോർമലാണ് കാണിക്കുന്നത്. ഇല്ല, എനിക്ക് മുമ്പത്തിൽ കൂടുതലായിരുന്നു. ഞാൻ പറഞ്ഞു ഓക്കെ, എത്ര നാൾക്ക് മുമ്പ്? 6 months ബാക്ക് കൂടുതലായിരുന്നു. ഓക്കെ, ഇപ്പോൾ ഫൈനാണ്. പക്ഷെ എനിക്ക് ന്യൂമോണിയ വന്നിട്ടുണ്ട്. ഓക്കെ. എനിക്ക് ഒരു തവണ അല്ല, കുറേ തവണ ന്യൂമോണിയ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഓക്കെ, ഇപ്പം ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ട്? ഇപ്പോൾ ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷേ ഇത് യൂറിക് ആസിഡിൻ്റെ പ്രശ്നം കാരണമാണ് ഈ നടുവേദന വരുന്നത്. ഇത്ര പക്ഷെ അവർക്കൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല. ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞത് തന്നെ ഒരു 7-8 സിംറ്റംസ് ഓൾറെഡി 7-8 സിസ്റ്റത്തിന് ബേസ് ചെയ്ത് അവർ പറഞ്ഞു കഴിഞ്ഞു. ഓൾറെഡി റെഡിലി ആയിട്ടുള്ള ഡയഗ്നോസിസ് വരും. പിന്നെ ഈ ഗൂഗിളിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സെർച്ച് ചെയ്ത് പോയി കഴിയുമ്പോഴത്തേക്കും അത് ചെന്നെത്തുന്നത് ചിലപ്പോൾ ക്യാൻസറിലൊക്കെ ആയിരിക്കും. എന്നാൽ വേണ്ട കാര്യത്തിലൊന്നും എത്തത്തുമില്ല. അപ്പോ ഇവരിങ്ങനെ എൻ്റെ ഈ പുള്ളി ഇങ്ങനെ വന്ന് പറഞ്ഞു, അങ്ങനത്തെ കുറേ പേര് വരും. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ രാവിലെ തൊട്ട് ഇരിക്കുന്നതാണ്. ചിലപ്പോൾ ഫുഡ് ഉണ്ടാവില്ല, ചിലപ്പോൾ റെസ്റ്റ് ഉണ്ടാവില്ല. നമുക്കിങ്ങനെ
ഓക്കെ ശരി, കുറച്ച് സ്ട്രെസ്ഫുൾ ആവുന്ന സിറ്റുവേഷൻ ആണ് അത്. അപ്പൊ ആദ്യമൊന്നും എനിക്ക് അതങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയില്ല. ഇവരിങ്ങനെ വാശി പിടിക്കും, അവർക്ക് ഇന്ന ആന്റിബയോട്ടിക് തന്നെ വേണം. ശരി. അതുപോലെ അവർ പറയും ഞാൻ ഇന്ന ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ പോയി 2-3 തവണ കാണിച്ചത് ഡോക്ടർ കൊള്ളില്ല. എന്തുകൊണ്ടാ? ഒരു ചെറിയ തുമ്മലും ജലദോഷം മാത്രമേ ഉള്ളൂ, പക്ഷെ ഗൂഗിളിൽ നോക്കിയപ്പോൾ ആന്റിബയോട്ടിക് വേണമെന്ന് പറഞ്ഞു. ആന്റിബയോട്ടിക് ഇല്ലാണ്ട് ഇത് മാറത്തില്ല. അവിടുത്തെ ഡോക്ടർ ആന്റിബയോട്ടിക് തന്നിട്ടില്ല. അപ്പൊ സംഭവം വെച്ചത് ഒരു നോർമൽ വൈറൽ ഇൻഫെക്ഷനാണ്, ജസ്റ്റ് ഒരു വൈറൽ ഫീവർ ആണ്. അപ്പൊ അതിന് നമുക്ക് ആന്റിബയോട്ടിക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോഴാണ് ഈ റെസിസ്റ്റൻസ് പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പൊ നമുക്കിതെല്ലാം മൈൻഡിലുള്ളത് കൊണ്ട് തന്നെ ആന്റിബയോട്ടിക്കിന്റെ ആവശ്യമില്ല. അത് പറഞ്ഞാൽ പറ്റില്ല, എനിക്കിപ്പോ ആന്റിബയോട്ടിക് വേണം. എനിക്ക് മുമ്പ് ഇത് 2-3 മാസം മുമ്പ് ഇങ്ങനെ വന്നപ്പോ ഞാൻ നോക്കിയിട്ട് പോയി ആന്റിബയോട്ടിക് കഴിച്ചതുകൊണ്ട് എനിക്ക് മാറിയത്. അപ്പൊ അവർക്ക് അങ്ങനത്തെ ഒരു പ്ലേസിബോ എഫക്ട്സ് ഓൾറെഡി കിടക്കുകയാണ്. അപ്പൊ അതിന്റെ കൂടെ ഗൂഗിളും കൂടെ ആകുമ്പോഴത്തേക്കും അതൊരു ഭയങ്കര വലിയ പ്രശ്നമാണ്. അതെ. പിന്നെ നമുക്ക് അങ്ങനെയുള്ള സിറ്റുവേഷൻസിനകത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ കൺസൾട്ടന്റിൽ കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇപ്പൊ അത് മാനേജ് ചെയ്ത് തുടങ്ങി. പതുക്കെ പറഞ്ഞു കൊടുക്കും. തീരെ പൊരുത്തപ്പെടാൻ താല്പര്യമില്ല എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മള് ഓക്കെ ഫൈൻ, ശരി നമുക്ക് സാറിനോട് കൺസൾട്ട് ചെയ്യാലോ, അപ്പൊ എനിക്ക് ഇത്രയല്ലേ അറിയില്ല, സാർ ഉണ്ടല്ലോ, സാറിനോട് ചോദിച്ചു നോക്കാന്നൊക്കെ പറഞ്ഞ് സാറിന്റെ അടുത്തേക്ക് വിടും. സാർ അത്യാവശ്യം ചിലപ്പോൾ നല്ല വഴക്കൊക്കെ കൊടുത്ത് പറഞ്ഞു വീട്. ഓക്കെ, അപ്പോഴേക്കും സാറ് പറയും. പിന്നെ നമ്മളത് അവർക്ക് ആദ്യം അവെയർ ആക്കാൻ നോക്കും അവരെ. എപ്പോഴും നമ്മൾ ഗൂഗിളിൽ നോക്കുന്ന എല്ലാം കറക്റ്റ് ആവണമെന്നില്ല. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ശരിക്കും ഈ ഗൂഗിളിൽ വരുന്ന ഇൻഫർമേഷൻസ് എത്രത്തോളം ശരിയാണ്? അല്ലെങ്കിൽ ഗൂഗിൾ എന്ന് പറയുന്നത് ഒരു സെർച്ച് എഞ്ചിൻ ആണല്ലോ. അപ്പൊ അതിനകത്തേക്ക് എങ്ങനെ ഇൻഫർമേഷൻസ് വരുന്ന വെച്ചാൽ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇടുന്ന ഇൻഫർമേഷൻസ് ആണ്. അതിനകത്തുള്ള ക്രെഡിബിലിറ്റി നമുക്ക് എപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മള് NCBI അങ്ങനത്തെ ഓരോ സൈറ്റ്സിൽ സ്പെസിഫിക് ആയിട്ട് നമ്മൾ സയൻസ് ലിങ്ക്സിൽ കയറിയിട്ട് നമ്മൾ നോക്കുന്നത് പോലെ അല്ല ഇപ്പൊ ഈ ChatGPT തൊട്ട് എല്ലാത്തിലും ഇങ്ങനെ വരുന്നത് നമുക്ക് കിട്ടുന്നത്. ഈവൻ ChatGPT പോലും നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റ് അനുസരിച്ച് പലതും മാറി. ഇപ്പൊ നമ്മൾ പറയാണ് ഇന്ന ക്ലിനിക്കൽ ബുക്സിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ന ടൈപ്പ് ഓഫ് ടെക്സ്റ്റ് ബുക്സിൽ നിന്ന് നമുക്ക് ഇതിന്റെ ഒരു ആൻസർ വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് ആ രീതിക്ക് സംഭവം കിട്ടും. അല്ല നമ്മൾ ജസ്റ്റ് റാൻഡം ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ റെഡിലി അവൈലബിൾ ആയിട്ട് കിട്ടുന്ന എന്താണോ ആ സാധനം അങ്ങ് തരിക ചെയ്യാം. അത് സത്യമാണെന്നില്ല. അപ്പൊ ഇത് മര്യാദയ്ക്ക് ഇപ്പൊ നമുക്ക് ഭൂരിഭാഗം ആൾക്കാരും സെർച്ച് ചെയ്യേണ്ട ഗൂഗിൾ യൂസ് ചെയ്യും, പക്ഷെ എങ്ങനെ പ്രിസൈസ് ആയിട്ട് സെർച്ച് ചെയ്യണം എന്ന് നമുക്കിപ്പോഴും അറിയാത്ത ആൾക്കാരാണ്. അപ്പോൾ നമ്മുടെ കുറച്ചൊരു ബാക്കിലേക്കുള്ള ജനറേഷൻസിന് നമുക്ക് അത്രയ്ക്ക് എക്സ്പെക്ട് ചെയ്യാനും പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ വരുന്ന എല്ലാവരും ജനറലൈസ് ചെയ്ത് പറയുന്നതല്ല, പക്ഷെ കറക്റ്റ് സൈറ്റ്സിലും കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനും അല്ലാത്ത പക്ഷം നമുക്ക് ഒരിക്കലും അതിനെ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു ഡോക്ടറിന്റെ അറിവും എക്സ്പീരിയൻസും ഒരിക്കലും ഗൂഗിളിലെ ഇൻഫർമേഷൻസിനേക്കാളും വലുതല്ല. ഈവൻ ഞങ്ങൾ പഠിക്കുന്ന ബുക്സിലത്തെ നോളജ് മാത്രം വെച്ച് നമുക്കൊരു പേഷ്യന്റ് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഗൂഗിളിൽ കാണുന്ന ഒരു സാധനം വെച്ച് നമുക്ക് ട്രീറ്റബിൾ ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. മുമ്പ് പറഞ്ഞ പോലെ എവർ എവോൾവിംഗ് ആണ്. ഡേ ടു ഡേ ഓരോ മിനിറ്റിലും അഡ്വാൻസ്മെന്റ്സ് വന്നുകൊണ്ടിരിക്കുക, ഓരോ ഗൈഡ് ലൈൻസ് മാറിക്കൊണ്ടിരിക്കുക. അപ്പം നമുക്കതൊന്നും ഒരിക്കലും കറക്റ്റ് ആ ഒരു പാത്തിൽ കൂടെ പോവാണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഒരു കാര്യം കൂടെ ചോദിച്ചിട്ട് ഞാൻ നിർത്താം. ആൽവിനിയുടെ ഹാൻഡ് റൈറ്റിംഗ് ഓക്കെ, അതെന്താ ആക്ച്വലി സംഗതി? തിരക്കുള്ളത് കൊണ്ടാണോ? തിരക്കുള്ളത് കൊണ്ട് നല്ല. യൂഷ്വലി നമ്മളിങ്ങനെ ആക്ച്വലി ഞാൻ വളരെ നീറ്റായിട്ട് പ്രിസ്ക്രിപ്ഷൻ എഴുതുന്ന ഡോക്ടേഴ്സിന്റെ കാർഡ് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അറ്റ് ദ സെയിം ടൈം ഇതുപോലെ തന്നെ പെട്ടെന്ന് വളരെ സ്ക്രിബിൾ ചെയ്ത് അത് കുറിച്ച് വിടും. അത് ഏറ്റവും അത്ഭുതം എന്താണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് ഫാർമസിസ്റ്റ് ഇത് വായിക്കും എന്നുള്ളതാണ്. അവർക്കിത് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ സ്കാൻ ചെയ്ത് എല്ലാം ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട്. എക്സ്പീരിയൻസ് എന്നുള്ളതാണ് ശരിക്കും. സോ ഇതെന്താണ് ആക്ച്വലി വെറുതെ ഇതൊരു മിത്താണോ എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നത്? വാട്ട് ഈസ് ഇറ്റ് അബൌട്ട് ആക്ച്വലി? അത് മിത്തൊന്നുമല്ല. ആക്ച്വലി ഞാനും ജോയിൻ ചെയ്ത സമയത്ത് നമുക്കിങ്ങനെ ഞാൻ പറഞ്ഞില്ല ഓർഡേഴ്സ് എഴുതണം. അപ്പൊ ഇവരുടെ ഓർഡേഴ്സ് നമ്മൾ നോക്കുമ്പോൾ എനിക്ക് ആക്ച്വലി അറിയില്ല. ടാബ്ലറ്റിന്റെ ഒരു ടീ മാത്രമേ കാണൂ, വേറെ ഒന്നും കാണും, നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ ഞാനിങ്ങനെ നിന്നിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ കൺസൾട്ടന്റ് ചോദിക്കും എന്താ കഴിഞ്ഞില്ല ഇതിന്റെ വർക്ക് കഴിഞ്ഞാൽ? സാർ എനിക്ക് മനസ്സിലായില്ല. സോ വി ആസ്ക് ദം. സാർ പറഞ്ഞുതരും. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു രോഗി ഒരു ഡോക്ടറിന്റെ അടുത്തേക്ക് വരുമ്പോൾ ഒരു ഒറ്റ രോഗി മാത്രമേ വരുന്നുള്ളൂ. ഒരു ഡോക്ടർ ഒരു ദിവസം കാണുന്നത് ഇപ്പൊ ഗവൺമെന്റ് സെറ്റപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 80-ലേറെ കൂടുതൽ കാണും. ഒരു OP ഇരിക്കുമ്പോൾ തന്നെ എനിക്കറിയാം ടോക്കൺ നമ്പർ 150-യുടെ മേളിൽ പോയിട്ടുണ്ട്. ഒരു 9 തൊട്ട് 130 വരെയുള്ള ഗ്യാപ്പിന്റെ അകത്തുള്ള ഒരു OP. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്കിങ്ങനെ പ്രിസൈസ് ആക്കി എഴുതാൻ പറ്റുന്നതിനൊരു ഹ്യൂമൻ ലിമിറ്റേഷൻ ഉണ്ട്. അതാണ് മെയിൻലി ഹ്യൂമൻ ലിമിറ്റേഷൻസ് വരും. അതേസമയം ഇപ്പൊ ചില എന്താ പറയാ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തുള്ള നോട്ട്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, അല്ലെങ്കിൽ IP നോട്ട്സ് നമുക്ക് കാണാം. അതിനകത്ത് വ്യത്യാസം വരും. അപ്പൊ നമ്മൾ ആ OP സെറ്റപ്പിൽ പിന്നെ കാഷ്വാലിറ്റിയിൽ ഇരിക്കുമ്പോൾ പേഷ്യൻസ് ലിറ്ററലി വന്ന് നമുക്ക് ഇങ്ങനെ OP ടിക്കറ്റ് തരിക ചെയ്യാം, എടുത്തോണം എന്നുള്ളത്. കാരണം അവരെല്ലാവരും ഓരോരോ വയ്യായികളാണ്. അപ്പൊ നമ്മളിങ്ങനെ
ഇപ്പം 5 പേരുണ്ടെങ്കിൽ പോലും നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിലും കൂടുതലാണ്. അപ്പം നമുക്കിങ്ങനെ ഇരുന്ന് നമുക്ക് എഴുതി വെക്കാനൊന്നും പറ്റില്ല. പക്ഷെ ഇപ്പം അതുകൊണ്ട് തന്നെ ആ ഡിഫിക്കൽട്ടി മനസ്സിലാക്കിയിട്ടായിരിക്കണം. അത് പാടാണ്. ഇപ്പൊ പേഷ്യൻസിനും ആക്ച്വലി കുറച്ചും കൂടെ കാര്യങ്ങള് ട്രാൻസ്പെറന്റ് ആയിരിക്കണം എന്നുള്ളതാണ്. അത് കുറച്ചുകൂടി ട്രസ്റ്റ് കൂട്ടത്തേ ഉള്ളൂ. അതെ. ഇന്നവേ അത് നല്ല കാര്യമാണ്. അതുകൊണ്ട് ഇവിടെ ഡിജിറ്റലൈസ്ഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുക പല കാര്യങ്ങളും. അങ്ങനെ വരുമ്പോൾ ഇറ്റ് ഇസ് ബെറ്റർ. ഇപ്പൊ നമ്മുടെ പ്രൈവറ്റ് സെറ്റപ്സിലെല്ലാം തന്നെയും ഡിജിറ്റലൈസ്ഡ് ആണ്. അപ്പൊ ഈ എഴുതുന്നതിനകത്തുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഫിസിക്കൽ എക്സേർഷൻ കൂടാണ്. ശരിക്കും ഈ ഒരു ഫിസിക്കൽ എക്സേർഷൻ കാരണവും അല്ലെങ്കിൽ തിരക്ക് കാരണവും മെന്റൽ സ്ട്രെസ് കാരണവും ഇത് സംഭവിച്ചു പോകുന്നതാണ് ശരിക്കും. ചിലപ്പോൾ ഒരു പേഷ്യന്റ് വരുന്ന ആൾക്ക് ചിലപ്പോൾ ഒരു പാരസെറ്റമോൾ മാത്രം കൊടുത്താൽ മതിയായിരിക്കും. അപ്പൊ അത് നമ്മൾ വൃത്തിക്ക് എഴുതാതിരിക്കുന്ന സമയം മതി ഇപ്പുറത്തൊരു പേഷ്യന്റിന്റെ ഒരു കാര്യം നമുക്ക് ചെയ്യാനായിട്ട്. അപ്പൊ നമ്മൾ അതും കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. പക്ഷെ അത് നമുക്ക് ഒരിക്കലും പറയുമ്പോൾ നമുക്ക് വാലിഡ് ആയിട്ട് പറയാൻ പറ്റത്തില്ല. വാട്ട് വി ആർ ഡൂയിങ്, നമ്മുടെ ജോബാണ് ടു റൈറ്റ് ഇറ്റ് പെർഫെക്റ്റ്ലി എന്നുള്ളത്. അത് നമ്മൾ എഴുതുമ്പോൾ ഒരുപാട് പേർക്ക് അതിന് ഹെൽപ്ഫുൾ ആണ്. പേഷ്യൻസിന്റെ ബൈസ്. കാരണം ചിലരൊക്കെ തീരെ വായിക്കാനും എഴുതാൻ അറിയാൻ പാടില്ലാത്ത അപ്പച്ചന്മാരൊക്കെ വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് അവർക്ക് ഇത് അറിയില്ല, അവർ കൊടുക്കുന്ന ആൾക്കാർക്ക് ഇത് വായിക്കാൻ പറ്റണ്ടേ. അപ്പൊ അങ്ങനത്തെ ഒരു കാര്യങ്ങളുണ്ട്. അപ്പൊ ഇത് ഡിജിറ്റലൈസ്ഡ് ആവുന്നത് കുറച്ചും കൂടെ നല്ലതാണ്. പോരാത്തതിന് ഇപ്പോഴത്തെ റൂൾ അനുസരിച്ചിട്ട് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ എല്ലാം ബോൾഡിലാണ് എഴുതാനായിട്ട്. എല്ലാം ബോൾഡ് ലെറ്റേഴ്സിൽ എഴുതാൻ പാടുള്ളൂ, ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതാൻ പാടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ബെറ്റർ ആണ്. അത് നമ്മൾ എഴുതി ശീലിച്ചു കഴിഞ്ഞാൽ മസിൽ മെമ്മറി പോലെ അതങ്ങ് വന്നോളും. ബോത്ത് ഈസിയർ ഫോർ ഡോക്ടേഴ്സ്, pharmacist and also bystander. What do you do now? ഞാൻ ഇതാണ് ബോൾഡ് ലെറ്റേഴ്സ് ആണ് എഴുതാറ്. കാരണം നമ്മള് ഞാനൊക്കെ ഇപ്പൊ സ്റ്റാർട്ടിങ് സ്റ്റേജാണ്. ഇപ്പോഴേ അത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അങ്ങനെ അങ്ങ് ആവും. അപ്പൊ നമ്മുടെ സാറുമാരും പറഞ്ഞു ഞങ്ങൾക്ക് അത് പാടാണ് എഴുതാനായിട്ട്, അവർ തന്നെ എഴുതി പഠിച്ചോ, നിങ്ങൾ ഇങ്ങനെ ചെയ്യുക. അപ്പൊ നിങ്ങൾക്കും അത് ബെറ്റർ ആണ്, പേഷ്യൻസിന് ബെറ്റർ ആണ്. ഇനി അങ്ങോട്ട് കുറച്ചൊരു 2-3 ഇയേഴ്സിനുള്ളിൽ ഐ ഡോണ്ട് തിങ്ക് 2-3 ഇയേഴ്സ് അല്ല, ഒരു 5 ഇയേഴ്സിനുള്ളിൽ ഐ ഡോണ്ട് തിങ്ക് ഈ എഴുത്തൊക്കെ തന്നെ ഉണ്ടാവും എന്നുള്ളത്. എല്ലാം ഡിജിറ്റലൈസ്ഡ് ആകും. അപ്പൊ പിന്നെ കുറച്ചും കൂടി ഈസി ആവും, കുറച്ചും കൂടി ബെറ്റർ ആവും എല്ലാവർക്കും. എന്തായാലും താങ്ക് യു സോ മച്ച്. ഇനിയിപ്പോൾ ഫ്യൂ മോർ അറൌണ്ട് 10 months ഉണ്ട്. 10 months കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഹൗസ് സർജൻസി കഴിയും. പിന്നെ നമുക്കിവിടെ പ്രാക്ടീസ് ചെയ്യാം. അതിനുശേഷം PGയിലേക്ക് പോകണം. സർജറിയാണ് ഇഷ്ടം എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാത്തിനും എല്ലാവിധ ഭാവങ്ങളും ആശംസകളും നേരുന്നു. വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള, വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് ആൽവിന. അപ്പോൾ നല്ലൊരു ഡോക്ടറായി മാറും. എന്നാലും ഒരു ഡോക്ടറായി കഴിഞ്ഞു, പക്ഷെ എന്നാലും കൂടുതൽ സമൂഹത്തിന് കൂടുതൽ കോൺട്രിബ്യൂഷൻസ് നൽകാൻ കഴിയുന്ന ഒരു ഡോക്ടറാകുന്ന കാര്യത്തിലൊരു സംശയവുമില്ല. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ് ഓൾ ദീസ് ഡീറ്റെയിൽസ് ആൻഡ് മെമ്മറീസ് വിത്ത് us. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ടു. ആൻഡ് വിത്ത് ദിസ് നമ്മൾ ഈ ഒരു ചിറ്റ് ചാറ്റ് അല്ലെങ്കിൽ കോൺവെർസേഷൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. പ്രേക്ഷകർക്ക് നന്ദി പറയുകയാണ്. സോ ദിസ് ഇസ് എജു ടോക്ക്, സ്പോൺസർഡ് ബൈ എജു വേൾഡ് ഇന്റർനാഷണൽ. വി വൈൻഡിങ് ദിസ് അപ്പ്. താങ്ക് യു സോ മച്ച്. സീ യു ഓൾ അഗെയിൻ. ബൈ.